എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 125, 126 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ഇവിടെ ബലരാമൻ എങ്ങനെയാണ് ശക്തിയെ, അതായത് ജരാസന്ധൻ ബലരാമനെതിരെ പ്രയോഗിക്കാനിരുന്ന വേലിനെ ആക്രമിച്ച് തടുത്തത് എന്ന് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം 125ാമത്തെ ശ്ലോകം നോക്കാം. യാവത് സഗൃഹാതികരേണ ശക്തിം താവത് പരിജ്ഞാത തദാത്മഭാവ രഥാദവപ്ലുത്യ രഥം തരസ്വീ ജഗ്രാഹ കേശേഷു ബലാത് ബലസ്തം. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. യാവത് സ ഗൃഹാതി കരേണ ശക്തിം താവത് പരിജ്ഞാത തദാത്മഭാവ രഥാത് അവപ്ലുത്യ രഥം തരസ്വീ ജഗ്രാഹ കേശേഷു ബലാത് ബലസ്തം. ആ ബലഭദ്രൻ എന്താണ് ചെയ്തത്? സഹ യാവത് കരേണ ശക്തിം ഗൃഹാതി. യാവത് താവത്, എപ്പോഴാണോ അപ്പോൾ എന്നർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണ്, അവ്യയങ്ങളാണ് യാവത് താവതൊക്കെ. അതുപോലെ ഇവിടെ ഗൃഹ്യാദി എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നത്. അത് തെറ്റാണ്, ഗൃഹാദിയാണ് പ്രയോഗിക്കേണ്ടത്. ഇവിടെ പറയാണ് യാവത്, എപ്പോഴാണോ കരേണ തൻ്റെ കൈകൊണ്ട്, സഹ എന്നുള്ളതിന് ഇവിടെ ബലരാമൻ എന്നല്ല കേട്ടോ, ജരാസന്ധൻ എന്നർത്ഥം. ജരാസന്ധൻ എപ്പോഴാണോ തൻ്റെ കൈകൊണ്ട് ശക്തിം ആ വേല് ഗൃഹാദി എടുത്തത്, താവത് അപ്പോൾ തന്നെ, പരിജ്ഞാത തത് ആത്മഭാവ, പരിജ്ഞാതം അറിഞ്ഞ, തത് ആത്മഭാവം ജരാസന്ധൻ്റെ മനോഭാവം മനസ്സിലാക്കിയ. അടുത്ത നിമിഷം ഇനി ജരാസന്ധൻ എന്താണ് തങ്ങൾക്കെതിരെ ചെയ്യാൻ പോണത് എന്ന് മനസ്സിലാക്കിയവനായ, അതാണ് പരിജ്ഞാത തദാത്മഭാവ തരസ്വീ ബല. തരസ്വിയായ, തരസ്വി എന്ന് വെച്ചാൽ വേഗം കൂടിയ, വേഗത്തിൽ തന്നെ ആ ബലരാമൻ, ബലഹ രഥാത് രഥം അവപ്ലുത്യ, രഥാത് രഥം തൻ്റെ രഥത്തിൽ നിന്ന് ജരാസന്ധൻ്റെ രഥത്തിലേക്ക് അവപ്ലുത്യ എടുത്തു ചാടിയിട്ട്, ബലാത് കേശേഷു തം ജഗ്രാഹ, ബലത്തോട് കൂടിയിട്ട് അമർത്തി അങ്ങോട്ട് പിടിച്ചു. എവിടെയാണ്? തലയിൽ, കേശേഷു തലമുടിയുമിൽ കയറിയിട്ടാണ് ബലരാമൻ ജരാസന്ധനെ പിടിച്ചത്. അതായത് അടുത്ത നിമിഷം ഈ ജരാസന്ധൻ്റെ കയ്യിലിരിക്കുന്നതായ വേല് തങ്ങളുടെ നേർക്ക് പ്രയോഗിക്കുമെന്ന് ഉറപ്പായ ബലരാമൻ പെട്ടെന്ന് തന്നെ തൻ്റെ രഥത്തിൽ നിന്ന് എടുത്തു ചാടി ജരാസന്ധൻ്റെ രഥത്തിലേക്ക് കയറി. എന്നിട്ട് ജരാസന്ധൻ്റെ തലമുടിയിൽ അമർത്തി അങ്ങോട്ട് പിടിച്ചു. തലമുടിയിൽ അമർത്തി പിടിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളോളൊന്നും തലമുടി പുരുഷന്മാർക്കില്ലല്ലോ. അപ്പോൾ തലമുടിയുമ്പോൾ അമർത്തി പിടിച്ചു എന്നുള്ളത് കൊണ്ട് തലയിൽ അമർത്തി പിടിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. കേശേഷു ജഗ്രാഹ എന്നാണ് പറഞ്ഞത്. തലമുടി അമർത്തി പിടിച്ചാൽ പിന്നെ തല അനക്കാൻ പറ്റില്ലല്ലോ, പിന്നെ വേലെറിയാനൊന്നും പറ്റില്ല. അപ്പോൾ ബലരാമൻ്റെ വിശേഷണം കൊടുത്തതാണ് പരിജ്ഞാത തത് ആത്മഭാവ, അറിഞ്ഞതായ മറ്റൊരാളുടെ ഭാവം. അതായത് അടുത്തതായിട്ട് ഇനി ജരാസന്ധൻ എന്താണ് ചെയ്യാൻ പോണതെന്ന് മനസ്സിലാക്കിയവനായ ബലരാമൻ പെട്ടെന്ന് തന്നെ, നേരം കളഞ്ഞില്ല, തരസ്വീ വേഗത്തിൽ തന്നെ തൻ്റെ രഥത്തിൽ നിന്ന് ജരാസന്ധൻ്റെ രഥത്തിലേക്ക് എടുത്തു ചാടി. അടുത്തതായിട്ട് എന്തോ ചെയ്യാൻ പോവുകയാണ്. അത് അടുത്ത ശ്ലോകത്തിലാണ് വർണ്ണിക്കുന്നത്. നമുക്ക് 126ാമത്തെ ശ്ലോകം നോക്കാം. കൃപാണമുത്പാട്യ വികൃഷ്യ കേശാൻ ഹർത്തും ശിരസ്തസ്യ ഹഠാത് പ്രവൃത്തം മാമേതിരുന്ധന്നുപസൃത്യ രാമം മഹാമനാശൗരിരുവാച വാചം. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. കൃപാണം ഉത്പാട്യ വികൃഷ്യ കേശാൻ ഹർത്തും ശിരഃ തസ്യ ഹഠാത് പ്രവൃത്തം മാ ഇതി രുന്ധൻ ഉപസൃത്യ രാമം മഹാമനാഹ ശൗരി ഉവാച വാചം. എന്താണ് ഉണ്ടായത്? വളരെ വ്യക്തമാണ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന മലയാളത്തിലെ ഒരു ശ്ലോകം പോലെ തന്നെ എളുപ്പമുള്ളതായിട്ടുള്ള ഒരു ശ്ലോകമാണ്. മഹാമനാഹ ശൗരി. ഈ ബലരാമനും ജരാസന്ധനും കൂടിയിട്ട് ഇങ്ങനെ യുദ്ധം മുറുകി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രീകൃഷ്ണനൊക്കെ എവിടെയാണ് പോയേ എന്നുള്ളതൊന്നും ആരും ആലോചിച്ച പോലുമില്ല. പെട്ടെന്ന് ബലരാമൻ തൻ്റെ രഥത്തിൽ നിന്ന് ജരാസന്ധൻ്റെ രഥത്തിലേക്ക് കയറിയിട്ട് ജരാസന്ധനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് ചെയ്തത്. എന്തായിരുന്നു ആക്രമണം? ഹഠാത്. ആക്രമണത്തെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് ശ്രീകൃഷ്ണനിലേക്ക് വരാം.
ഹഠാത് പെട്ടെന്ന് തന്നെ, അതായത് പെട്ടെന്ന് തൻ്റെ രഥത്തിൽ നിന്ന് ജരാസന്ധൻ്റെ രഥത്തിലേക്ക് ബലരാമൻ ചാടി കയറി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ തന്നെ കൃപാണം ഉത്പാട്യ, കൃപാണം എന്ന് പറഞ്ഞാൽ വാളാണ്, ജരാസന്ധൻ്റെ വാളിനെ പറ്റിയിട്ടാണ് പറയണത്. ആ ജരാസന്ധൻ കയ്യിൽ പിടിച്ചിരുന്നതായ വാള് ഉത്പാട്യ, അത് വെട്ടിക്കളഞ്ഞിട്ട് ആ വാളിനെ കണ്ടം തുണ്ടമായി തീർത്തിട്ട് തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെ കൊണ്ട്, ചിലപ്പോൾ അത് അസ്ത്രമാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയുധങ്ങളാവാം, വാളാവാം, കലപ്പയോ എന്തൊക്കെയാണ് കയ്യിലുള്ളതെന്ന് അറിയില്ലല്ലോ, അതൊക്കെ എടുത്തിട്ട് ജരാസന്ധൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ വാളങ്ങോട്ട് വെട്ടി കഷ്ണം കഷ്ണമാക്കി. അതാണ് ഉത്പാട്യ. അങ്ങനെ കഷ്ണം കഷ്ണമാക്കിയതിനു ശേഷം കേശാൻ വികൃഷ്യ, തലമുടിയിൽ വലിച്ചു പിടിച്ചിട്ട് ഈ ജരാസന്ധൻ്റെ തലമുടിയിൽ അങ്ങോട്ട് പിടിച്ചു. ആദ്യം ജരാസന്ധൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് വെട്ടി കഷ്ണാക്കി, അതിനുശേഷം ജരാസന്ധൻ്റെ മുടിയിൽ പിടിച്ചു. അങ്ങനെ ആ ജരാസന്ധനെ, അതായത് തലയിൽ തന്നെയാവൂലോ പിടിച്ചിട്ടുണ്ടാവുക, അതിനുശേഷം ഹർത്തും പ്രവൃത്തം രാമം, തലമുടിയിൽ പിടിച്ചിട്ട് കഴുത്തിൽ വെച്ച് വെട്ടാൻ തന്നെയാണ് പുറപ്പെട്ടത്. അതാണ് ഹർത്തും പ്രവൃത്തം രാമം ഉപസൃത്യ, കഴുത്ത് വെട്ടാനായിട്ട് പുറപ്പെട്ട, തൻ്റെ കയ്യിൽ വാൾ തന്നെയാവും, അപ്പോൾ ബലരാമൻ്റെ കയ്യിൽ വാളുണ്ടാവും, ആ വാൾ ഉയർത്തിയിട്ട് ജരാസന്ധൻ്റെ കഴുത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. വെട്ടാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട ആ ബലരാമനെ രാമം ഉപസൃത്യ, രാമൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ആരായിരുന്നു വന്നത്? മഹാമനാഹ ശൗരിഹി, മഹാമനസ്വിയായിട്ടുള്ള, അതായത് താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ചിന്ത, അതായത് അതൊന്നല്ല, അതിനപ്പുറം കുറച്ചും കൂടി ആലോചിക്കാനുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് എപ്പോഴും ശ്രീകൃഷ്ണൻ ഒരു പ്രവൃത്തിയിലേക്ക് കടക്കുക. ബലരാമൻ അങ്ങനെയല്ല. ബലരാമനെതിരെ ആരെങ്കിലും ആക്രമിച്ചാൽ അപ്പോൾ ബലരാമൻ അവരെ എതിർക്കുകയും അവരെ വധിക്കുകയൊക്കെ ചെയ്യും. ശ്രീകൃഷ്ണൻ അങ്ങനെയല്ല ചെയ്യുക, കുറച്ചും കൂടിയും സൂത്രശാലിയാണ്. ബലരാമൻ കുറേം കൂടി നേരെ വാ നേരെ പോകുന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആളായതുകൊണ്ട് ആക്രമിച്ച ആളെ വധിക്കുക എന്നുള്ള ഒരൊറ്റ രീതിയേ അറിയുള്ളൂ. ശ്രീകൃഷ്ണൻ പിന്നെ അങ്ങനെയല്ല ചെയ്യുക, കുറച്ചുകൂടി മുമ്പാക്കെ ആലോചിച്ചിട്ടേ ഓരോ പ്രവൃത്തിയിലേക്കും ശ്രീകൃഷ്ണൻ പ്രവേശിക്കുള്ളൂ. അതുകൊണ്ട് വധിക്കരുത്. മഹാമനാഹ ശൗരിഹി, മഹാമനാഹ, മഹത്തായ മനസ്സോടുകൂടിയ, വളരെയധികം കാര്യഗൗരവത്തോടു കൂടിയിട്ട് ചിന്തിച്ച പ്രവൃത്തിയിലേക്ക് കടക്കുന്നവനായിട്ടുള്ള അങ്ങനെയുള്ള ശൗരി. ശൗരി എന്നുള്ളത് കൊണ്ട് ഇവിടെ ശ്രീകൃഷ്ണൻ എന്നർത്ഥം. ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? മാ ഇതി രുന്ധൻ വാചം ഉവാച, മാ അരുത് അരുത് എന്നിങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അതായത് ജരാസന്ധനെ വധിക്കരുത് എന്ന് ബലരാമനോട് പറയുകയാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇടപെട്ടത് കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ജരാസന്ധനെ തൻ്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ബലരാമൻ വെട്ടിക്കൊന്നേനെ. അതിനനുസരിച്ചായിരുന്നു ജരാസന്ധൻ്റെ പ്രവൃത്തിയും. ശക്തിയുള്ളൊരു വേലെടുത്തിട്ടാണ് ബലരാമൻ്റെ നേർക്ക് പ്രയോഗിക്കാൻ ജരാസന്ധൻ പുറപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബലരാമൻ ഒന്നേ തോന്നുള്ളൂ, തന്നെ ആക്രമിക്കാൻ വന്ന ആളെ തിരിച്ചും ആക്രമിക്കണം. അതിനു വേണ്ടിയിട്ടാണ് വേല് പ്രയോഗിക്കുന്നതിന് മുമ്പേ തന്നെ അയാളെ വധിക്കാമെന്ന് വിചാരിച്ചിട്ട് ബലരാമൻ ജരാസന്ധൻ്റെ തേരിലേക്ക് എടുത്ത് ചാടിക്കയറുകയും അയാളെ വെട്ടാൻ പുറപ്പെടുകയും ചെയ്തു. പക്ഷേ അതല്ല, കുറച്ചുകൂടിയും കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. മാത്രമല്ല പലതവണ ജരാസന്ധനെ ആക്രമിച്ച് ഓടിച്ചു എന്ന് പറയുന്നുണ്ട്, ഭാഗവതത്തിലായാലും നാരായണീയത്തിലായാലും ഒക്കെ. അതായത് അവസാനമാണ് പിന്നെ ജരാസന്ധനെ കണ്ട് പേടിച്ച് ഓടിയ പോലെ പോയിട്ടാണ് ദ്വാരക പണിയുന്നതൊക്കെ ആയിട്ട് പറയണത്. അപ്പോൾ ജരാസന്ധൻ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുന്നു, ക്രൂരന്മാരായിട്ടുള്ള രാക്ഷസന്മാരായിട്ടുള്ള ആൾക്കാരെ അവരെ മുഴുവൻ ഇവർ വധിക്കുന്നു. അങ്ങനെ ഭൂമിയുടെ ഭാരം ആ രീതിയിലും കുറേ തീർക്കാലോ എന്നാണ് ശ്രീകൃഷ്ണൻ വിചാരിച്ചത് എന്നൊരു ന്യായീകരണം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ 10-17 തവണ ജരാസന്ധനുമായിട്ട് ശ്രീകൃഷ്ണനും ബലരാമനും യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ ബലരാമനോട് പറയാണ്, വധിക്കരുത്, ഈ തോൽവി പിണഞ്ഞു നിൽക്കുന്ന രാജാക്കന്മാരെയൊന്നും വധിക്കരുത് എന്ന്, ശത്രുക്കളായാലും അവരെയൊന്നും വധിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് പറയാൻ പോണത്. വധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ്റെ അടുത്തേക്ക് ശ്രീകൃഷ്ണൻ ഓടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം നിർത്തുന്നത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. യാവത് സഗൃഹാധികരേണ ശക്തിം താവത് പരിജ്ഞാതദാത്മഭാവ രഥാദവപ്ലുത്യ രഥം തരസ്വീ ജഗ്രാഹകേശേഷു ബലാത് ബലസ്തം കൃപാണമുത്പാട്യ വികൃഷ്യ കേശാൻ ഹർത്തും ശിരസ്തസ്യ ഹഠാത് പ്രവൃത്തം മാമേതി രുന്ധന്നുപസൃത്യ രാമം മഹാമനാ ശൗരിരുവാച വാചം. ശൗരി ഇപ്രകാരം ബലരാമനോട് പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ശ്ലോകം നിർത്തുന്നത്. ഇനി തുടർന്നു വരുന്ന ശ്ലോകങ്ങളിൽ
ശ്രീകൃഷ്ണൻ ബലരാമനോടുള്ള ഉപദേശം എന്താണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.